ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ പേര് സ്വർണ്ണ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ കുട്ടികൾ 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം എക്സാംസ് വരാൻ പോകുന്നുണ്ട്. അതായത് മാർച്ച് 3-ാം തീയതി തുടങ്ങാൻ പോകും. എൻ്റെ മോൾക്കും ഓളും 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാ പാരൻസിനും എല്ലാ കുട്ടികൾക്കും കൂടുതൽ പാരൻസിനും ടെൻഷൻ ഉണ്ടാവും കുട്ടികൾക്ക്. കാരണം അവരവരുടെ കുട്ടികൾ എക്സാം എഴുതാൻ പോകുമ്പോൾ പാരൻസിനും ടെൻഷൻ ഉണ്ടാവും, കുട്ടികൾക്കും പേടിയുണ്ടാകും എങ്ങനെയാന്ന്. പക്ഷേ അവരതിനായിട്ട് പ്രിപ്പയർഡായിട്ട് തന്നെയാണ് ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞതല്ലേ, ഇപ്പോൾ ഒന്നും ടെൻഷനൊന്നും അടിക്കുകയൊന്നും വേണ്ട. എല്ലാവരും നല്ല രീതിയിൽ എക്സാംസ് എഴുതുക, എന്നിട്ട് ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു മെമ്മോറീസ്, നല്ലൊരു സ്വീറ്റ് മെമ്മോറീസ് ആയ സമയം 10th സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ സ്കൂൾ ലൈഫ് കഴിഞ്ഞിട്ട് നമ്മളിനി +1 +2 പോകും. കാരണം പിന്നെ കോളേജ് ലൈഫ് എല്ലാം അടിച്ചുപൊളിയുള്ള ലൈഫായിരിക്കും. കോളേജ് ലൈഫ് നല്ല ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ലൈഫാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് എന്ന് വെച്ചാൽ പിന്നെ ജോലി എടുക്കുക, സമ്പാദിക്കുക, പിന്നെ അത് അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പോകും. പിന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. പണ്ട് നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മളെ ടീച്ചർ, അതായത് എൻ്റെ ടീച്ചർ ചോദിച്ച ഒരു സംഭവം നമ്മളൊരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു ചാൻസും കൂടെ തന്നാൽ ലൈഫിൽ നിങ്ങൾ എന്നാണ് തിരുത്തുകയെന്ന്. അപ്പം അന്നേരം എന്ന് വെച്ചാൽ ആ വയസ്സിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം മീൻസ് നമ്മൾ ലൈഫ് കുറേ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. 10th സ്റ്റാൻഡേർഡിലെന്നാൽ ചിന്തിക്കാൻ കുറേയൊന്നുമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ഈ കഴിഞ്ഞിന്, അതായത് ഇപ്പാന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എന്നാ ചേഞ്ചസ് കൊണ്ടുവരുമെന്ന്. അപ്പം ഞാൻ ചിന്തിച്ച് അന്നേരം ചിന്തിച്ചതെന്ന് വെച്ചാൽ എന്താ ടീച്ചർ അങ്ങനെ ചോദിച്ചിനി, എന്നാ ചേഞ്ചസില്ല, ഒന്നും മാറ്റാനൊന്നുമില്ല എന്ന് വെച്ച്. ഇപ്പം ചിന്തിക്കുമ്പോൾ വെച്ച് നമുക്ക് കുറേ മാറ്റാൻ സംഭവങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന് വെച്ച്. അത് എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല, പക്ഷേങ്കിൽ കുറച്ച് പേരുടെ ലൈഫിൽ അങ്ങനെ തോന്നും. കാരണം ഒന്നും എവിടെ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചാൻസും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് ആരും അതിനുള്ള ഒരു ചാൻസ് കൊടുക്കണ്ട. ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ പറഞ്ഞ പോലെ സ്റ്റഡീസിനും തന്നെയാണ്. കാരണം ഈ സ്റ്റഡീസ് മാർക്ക് എല്ലാം ബേസ്ഡ് ആയിട്ടിരിക്കും. നമുക്ക് ഏത് സബ്ജക്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കണം, നമുക്ക് ഏത് കോളേജിൽ നമുക്ക് സീറ്റ് കിട്ടും, അതിനെ കൊണ്ട് നമുക്ക് ലൈഫിൽ എന്തെല്ലാം ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റാക്കിയാലേ നമുക്ക് ഇനി ലൈഫ് മുന്നോട്ടിലേക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും. അപ്പം എക്സാംസ് എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് പഠിക്കൽ, അവർ ടൈം ഫുൾ അതിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈവനിങ്ങിൽ കുറച്ച് സമയം നമുക്ക് പ്രാർത്ഥനയും നാമജപവും എല്ലാം ഉണ്ടാവുമല്ലോ എല്ലാവരുടെ വീട്ടിൽ. അതായത് ആരാധന, ഏതാത് ദൈവങ്ങളെയാണ് അവർ ആരാധിക്കുന്നത്, അതിനെ ബേസ്ഡായിട്ട് അവർ ഒരു ടൈം അവർ കണ്ടെത്തുമല്ലോ. അപ്പം ഞാൻ ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് സമയം ഈവനിങ്ങിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു പ്ലേസ് സെറ്റാക്കിയിട്ടുണ്ട് അവർക്ക് എന്നല്ല എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട്. അവൾ കൂടുതലും സന്ധ്യക്ക് നാമം ജപിക്കുന്ന സമയത്ത് വിളക്കെല്ലാം കത്തിച്ചിട്ട് കുറച്ച് സമയം പുറത്ത് പോയിട്ടിരിക്കും. അപ്പോൾ ആ ഏരിയയും കൂടെ ഒന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് അവൾക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുള്ളതെന്ന്. ഒന്ന് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരുന്നിട്ട് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇന്ന് ഈ വീഡിയോയിൽ അതും കൂടെ ഞാൻ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിലൊരു സ്പേസ് കണ്ടെത്തുക, എന്നിട്ട് അവർ കുറച്ച് സമയം ഒരു ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഒന്ന് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരുന്നിട്ട് ഒന്ന് മൈൻഡൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്.
ഒരു ഏരിയ നിങ്ങളും ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് നോക്ക്, ഒരു പോസിറ്റീവ്നെസ് കിട്ടും. ഇവിടെ ഇരുന്നിട്ടാണ് റിലാക്സ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കാർഡ് സെറ്റാക്കിയതാണ്. എല്ലാ സമയവും ഇവിടെ തന്നെ ഇരിക്കുന്നില്ല, എക്സാം ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമല്ല. വൈകുന്നേര പ്രാർത്ഥന കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് വന്ന് വർത്താനം പറയുന്നത്, ഡിസ്കസ് ചെയ്യല്. അപ്പോൾ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ റിലാക്സ്ഡ് ആവുമല്ലോ, ഒരു നല്ല ഒരു വൈകുന്നേരത്തെ സമയം. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഒന്നും കൂടെ ഞാൻ എൻ്റെ എക്സാംസിന് വേണ്ടി ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും നല്ല രീതിയിൽ എക്സാംസ് എഴുതുക, കൂൾ ആൻഡ് കാം ആയിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.